ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്വിസിംഗ് വിത്ത് അബ്ദു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 കുറിച്ച് അറിയേണ്ട പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്. ഉത്തരം 2019 ജൂലൈ 21. 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏത്? ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏത്? ഉത്തരം GSLV മാർക്ക് M1. GSLV മാർക്ക് M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം. ചന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. ഉത്തരം തിരങ്ക. തിരങ്ക എന്നാണ് ചന്ദ്രയാൻ 2 റോവർ വിക്രം ഇടിച്ചിറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയതെന്ന്. ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയതെന്ന്. ഉത്തരം 2019 ഓഗസ്റ്റ് 20. 2019 ഓഗസ്റ്റ് 20 ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത്. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ. ഉത്തരം മുത്തയ്യ വനിത. മുത്തയ്യ വനിതയാണ് ചന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ. ഉത്തരം ഋതു കാരിദൽ ശ്രീവാസ്തവ. ഋതു കാരിദൽ ശ്രീവാസ്തവയാണ് ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ. ഉത്തരം K ശിവൻ. K ശിവനായിരുന്നു ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ 2 ലാൻഡർ കണ്ടെത്തിയത്. ചന്ദ്രയാൻ 2 ലാൻഡർ കണ്ടെത്തിയത്. ഉത്തരം ഷൺമുഖ സുബ്രഹ്മണ്യൻ. ചെന്നൈ സ്വദേശിയായിരുന്ന ഷൺമുഖ സുബ്രഹ്മണ്യനാണ് ചന്ദ്രയാൻ 2 ലാൻഡർ കണ്ടെത്തിയത്. 2019 സെപ്റ്റംബർ 7 ചന്ദ്രന്റെ 2 കിലോമീറ്റർ അടുത്തെത്തിയ ചന്ദ്രയാൻ 2 മുൻ നിശ്ചയിച്ച പാതയിൽ നിന്നും തെന്നിമാറുകയും വിക്രം ലാൻഡറിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടമാകുകയും ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.